എൻ്റെ പേര് നീതു. ഇത് എൻ്റെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ കുറച്ച് കുറവുകളൊക്കെ ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കാം. ഞങ്ങളിപ്പോൾ കൊടൈക്കനാലിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം ഞങ്ങൾ പോകുന്ന വഴിയുടെ സൈഡിലുള്ള വ്യൂ പോയിൻറ്റ്സുകളാണ്. ഞാൻ നിർത്തി വീഡിയോ എടുത്തതാണ്. നല്ല നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു. ഞാൻ കുറേ നാൾക്ക് മുന്നാണ് കൊടൈക്കനാലിൽ പോയിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ചെറിയ കുട്ടിയൊക്കെ പോയതാണ്. ഇപ്പോഴാണ് അതിന് ശേഷം പോകുന്നത്. പിന്നെ ഞങ്ങൾ കൊടൈക്കനാലിലെത്തി. ഇതാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്ന ഒരു വില്ല പോലത്തെ. ഞങ്ങൾ അവിടെ നിന്ന് നാട്ടിൽ നിന്ന് ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. നല്ലൊരു വീടായിരുന്നു. നമുക്കൊരു 4 ഫാമിലിയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സുഖമായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയൊരു വില്ലയായിരുന്നു ഇത്. കിച്ചൺ, ബെഡ്റൂം, പിന്നെ ടോയ്ലറ്റ്സൊക്കെ അറ്റാച്ച്ഡ് ഉണ്ടായിരുന്നു. പിന്നെ മുകളിലും ഇതുപോലെ തന്നെ ഒരു ഹാള്, നല്ല വ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടോയ്ലറ്റ്സൊക്കെ നല്ല ക്ലീൻ ഉണ്ടായിരുന്നു. അല്ലാതെ ഇതൊരു ബെഡ്റൂം. പിന്നെ ഇതുപോലെ 2 സിംഗിൾ ബെഡുള്ള ഒരു ബെഡ്റൂം. ക്യാരംസ് ഒക്കെ കളിക്കാൻ ഉള്ള സൗകര്യവും ഒക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി വെറുതെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വെച്ച് ഇറങ്ങിയതാണ്. കാരണം ഞങ്ങൾ ഇന്നലെ മോർണിംഗിൽ പോകുന്നതാണ്. അപ്പോൾ റൂം എടുത്ത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഫ്രഷായി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഭക്ഷണമൊക്കെ കഴിഞ്ഞു. ഉച്ചയ്ക്ക് വന്ന് ഉച്ചരം കിടന്നുറങ്ങി. പിന്നെ എഴുന്നേറ്റപ്പോഴേക്കും ഈവനിങ് ആയി. അപ്പോൾ രാത്രിത്തെ ഭക്ഷണമൊക്കെ ഞങ്ങൾ പുറത്തിറങ്ങി നടന്നു. അപ്പോൾ വില്ലയുടെ മുമ്പിലുള്ള നല്ല ഭംഗിയുള്ള മനോഹരമായ കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. അതിനുശേഷം ഞങ്ങൾ ഹോട്ടലിലെത്തി. നല്ല വെറൈറ്റി ഒരു ഹോട്ടലായിരുന്നു ഇത്. നല്ല ഇതിൻ്റെ ചെയർസൊക്കെ ഒരു പ്രത്യേക ടൈപ്പിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ചുമരുമൊക്കെ നല്ല വായിക്കാനും അറിവുകളുള്ളൊരു മെസ്സേജുകളൊക്കെ ഉള്ളൊരു ആണ് ഉണ്ടായിരുന്നത്. ഇന്ത്യനെ കുറിച്ചും ഒക്കെ ഉണ്ടായിരുന്നത്. ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം കാലത്തായി. ഞങ്ങൾ ആദ്യം തന്നെ നേരത്തെ ഇറങ്ങിയത് ഞങ്ങൾ കൊടൈക്കനാൽ ലേക്കിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ ലേക്കിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ എൻ്റെ ഹസ്ബൻഡും ഞാനും എൻ്റെ 2 മക്കളും പിന്നെ ഒരു കുഞ്ഞു വാവയും കൂടിയുണ്ട് എനിക്ക്. പിന്നെ ഹസ്ബൻഡിൻ്റെ ഡാഡി മമ്മിയും കൂടിയിട്ടാണ് ഞങ്ങൾ ട്രിപ്പ് വന്നിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ
അവിടെ അടുത്തുള്ള ഷോപ്പുകളുണ്ട് അവിടെ കുറേ, അതിലേക്ക് കയറാൻ വേണ്ടി നടക്കുകയാണ്. അതിന് മുന്നേ ഇവിടെ ഒരു ഹൊറർ ഹൗസ് ഉണ്ടെന്ന് മോള് കണ്ടു. അപ്പോൾ അതിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഫാക്റ്റ് എന്താ വെച്ചാൽ അത് അവിടെ തുറന്നിട്ടില്ല. ഞങ്ങൾ നേരത്തെയാണ് വന്നിരുന്നത്, അപ്പോൾ തുറന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് മോൾക്ക് ഈ ടൈപ്പ് ഒരു മറ്റേ ഇയർ ക്യാപ്പ് മേടിക്കാൻ വേണ്ടിയിട്ട് നടന്നതാണ് ഞങ്ങൾ. അവൾ സെലക്ട് ചെയ്യണം ഇപ്പോൾ അത്. പിന്നെ എൻ്റെ മോൾക്കും കുഞ്ഞു മോൾക്കും ഒരു ചെറിയ തൊപ്പി പോലത്തെ ക്യാപ്പ് പോലത്തെ ഞങ്ങൾ മേടിച്ചു. അപ്പോൾ അങ്ങനെ വേറെ അധികമൊന്നും മേടിച്ചില്ല, ഞങ്ങൾ ഇതൊക്കെ തന്നെ മേടിച്ചിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കുറേ മരങ്ങളൊക്കെ വീണ് കിടക്കുന്നുണ്ട്. എന്താ കാര്യം പറഞ്ഞുകൊണ്ട് അതുപോലെ കാറ്റെങ്ങാനും ഉണ്ടായിട്ടുണ്ടാവില്ല. അങ്ങനെ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗുണ കേവിലേക്കാണ്. നോക്കുമ്പോൾ അവിടെ ഭയങ്കര തിരക്ക്. ഇത്രയും തിരക്ക് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അത്രയും തിരക്കാണ്, ബസ്സുകളും കാറുകളും നിറയെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് കുഞ്ഞു മോളുള്ളതുകൊണ്ട് ഞങ്ങൾ പിന്നെ കയറാൻ നിന്നില്ല. അവൾക്ക് ഓൾറെഡി കോൾഡൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പനിയും ഒക്കെ ആവാണ്ടിരിക്കാൻ വേണ്ടി ഞങ്ങളധികം പോയില്ല. നമുക്ക് വണ്ടി പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിലായി, അത്രയും തിരക്കായി. ഞങ്ങൾ റിസ്ക് എടുക്കാൻ നിന്നില്ല. കുഞ്ഞു മോളെയും കൊണ്ട് പോകാൻ റിസ്ക്കാണ്. അപ്പോൾ കണ്ടോ, നോക്ക് തിരക്ക്, ഗുണ കേവിൻ്റെ മുമ്പിലുള്ള തിരക്കാണ് കാണുന്നത്. എല്ലാവരും കണ്ടോ. ഇതിപ്പോൾ ഞങ്ങളവിടെ ഇറങ്ങാൻ നിന്നില്ല. ഞങ്ങൾ പിന്നെ പോയത് മൊയർ പോയിൻ്റ് എന്നുള്ള സ്ഥലത്തേക്കാണ്. അപ്പോൾ അവിടെ ചെന്നാൽ നല്ല വ്യൂ ആണ്, നല്ല വ്യൂ പോയിൻ്റുള്ള സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് കുറേ വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു സ്നാക്ക് മേടിച്ചു, കോണ്, പിന്നെ ഒരു കടലട. നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ പോയത് ഒരു വാട്ടർഫോൾ കാണാനാണ്. നല്ല ഭംഗിയുള്ളൊരു വാട്ടർഫോളായിരുന്നു. പിന്നെ ഞങ്ങൾ പോയത് പൈൻകാട് ആണ്. പൈൻകാടുകൾ കുറേ ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തിരുന്നു. കുറച്ച് വീഡിയോസ് മാത്രമേ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ.